സൈജന്റെ നായകനായി എത്തുന്ന റെയ്റ വെഞ്ചേഴ്സിന്റെ ബാനറിൽ പുനീത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാക്ഷികളുടെ നായകൻ സൈജു കുറോപ്പ്. ഞങ്ങളെ സൈജന്റെ സൈജന ഭയങ്കര ഒരു നൊട്ടോറിയസ് ലുക്കിലാണ് ഞങ്ങള് ടൈറ്റിൽ കാണുന്നത്. എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് തരാൻ പറ്റുമോ സാക്ഷികളെ പറ്റി? ഐഡിയ എന്ന് വെച്ചാൽ നല്ല പടമായിരിക്കും, നല്ലൊരു കഥയാണ്. അർജുൻ PS കഴിഞ്ഞ വർഷം വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ ഒരു കഥയാണ്. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അന്ന് അർജുൻ എന്നെ വെച്ച് പടം ചെയ്യാൻ വേണ്ടിയിട്ട് പല ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സിനായിട്ട് നടന്ന പോലെ കുറേ അലഞ്ഞു. അങ്ങനെ ലാസ്റ്റ് സന്മനസ്സുള്ള നമ്മുടെ പുനീത്തിനെ കണ്ടുമുട്ടി. അങ്ങനെ പുനീത്തിന് എന്നെ പോലെ തന്നെ ആ കഥ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് പ്രൊജക്റ്റായി. ഒരു രസമുള്ളൊരു ഫാമിലി ത്രില്ലർ. അതെ അതെ, ത്രില്ലറാണ്, ഫാമിലി സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇപ്പൊ സൈചേട്ടൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളിൽ ഒന്നാണ്. കാരണം സൈചേട്ടന്റെ മുഖം കണ്ടാൽ തന്നെ ഇങ്ങനെ ജനങ്ങൾ ആർത്തിരമ്പി തിയേറ്റേഴ്സിൽ വരുമെന്ന് എനിക്കറിയാം. കാരണം അത്രയും ഡിമാൻഡഡ് ആയിട്ട് സൈചേട്ടൻ മാറിക്കഴിഞ്ഞു. എനിക്കറിയില്ലായിരുന്നു. ഞാൻ അതിനനുസരിച്ചുള്ള ശമ്പളം മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഇത് നേരത്തെ മീരത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കൂട്ടിയേനെ. പക്ഷെ അങ്ങനത്തെ അവസ്ഥയൊന്നും ആയിട്ടില്ല കേട്ടോ. ഒരു പടം മാത്രമേ ഹിറ്റായിട്ടുള്ളൂ. ഇനി പല പടങ്ങൾ ഹിറ്റാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് സാധിക്കുമായിരിക്കും. ഇവിടെ അടുത്തതിൻ്റെ റിലീസാകാൻ പോകുന്ന ആരം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഞാനൊരു പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചൊരു പടമാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ലുക്കൊക്കെയാണ് അതിനകത്ത് പിടിച്ചിരിക്കുന്നത്. അപ്പം സംവിധായകൻ രജീഷ് പറഞ്ഞു, ലുക്കിലെങ്കിലും കുറച്ച് വ്യത്യസ്തത നമുക്ക് കൊണ്ടുവരാം. ബാക്കിയുള്ള കഥാപാത്രങ്ങളെല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് ചേട്ടൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറ്റ മുടിയൊക്കെ വെട്ടി. അതിൻ്റെ പ്രൊഡ്യൂസറോട് വന്നിട്ടുണ്ട്, ജുനൈസ്. അതിൽ എൻ്റെ കൂടെ അഭിനയിച്ച 2 പേര് ഇവിടെ ഉണ്ട്. 3 പേര്. എൻ്റെ മകനായിട്ട് അഭിനയിച്ച അച്ചുണ്ട്, ഹരിത്തുണ്ട്, പിന്നെ നമ്മുടെ ഷാഹീനുണ്ട്. അപ്പം പടം നല്ല പടമായിരിക്കും കേട്ടോ. ഇത് ആരോ നല്ലതായിരിക്കും, സാക്ഷികളും അടിപൊളിയായിരിക്കും. സാക്ഷികളിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു ടീമാണ്. പടം രസമായിട്ട് വരുമെന്ന് തന്നെയാണ് വിശ്വാസം. താങ്ക് യു. ഗോകുലൻ ശരിയാ. ഗോകുലുണ്ട് ആരത്തില്. ഞങ്ങൾ വീട്ടിൽ ഒന്നിക്കാൻ പോവാണ് സാക്ഷികളിൽ. സൂപ്പർ. സൈചേട്ടൻ എന്ന് പറയുന്ന എൻ്റെ ഒരു കാരണം, മയൂഖം എന്ന സിനിമയിലെ സൈചേട്ടനെ ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികൾ ആരും ഉണ്ടാവില്ല. കാരണം നമുക്ക് എന്താണെന്നറിയില്ല, ഒരു ഹീറോയിസം ഇഷ്ടപ്പെടുന്ന, നമുക്കൊക്കെ ഈ നായികയെ ഭയങ്കരമായിട്ട് സേവ് ചെയ്യുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന ആ നായകൻ, അല്പം വില്ലിനേക്കുള്ള നായകനെ, കണ്ണൊക്കെ ചുമപ്പിച്ച് ഉണ്ടക്കണ്ണൊക്കെയുള്ള നായകനെ നമ്മൾ എപ്പോഴും സ്നേഹിച്ചിട്ടേ ഉള്ളൂ, പ്രണയിച്ചിട്ടേ ഉള്ളൂ. അപ്പം സൈചേട്ടൻ ഇപ്പോഴും ക്രഷ് ആണെന്ന് പറഞ്ഞ പെൺകുട്ടികൾ വരാറുണ്ടോ? ഇത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ കുറെ പെൺപിള്ളേർക്ക് എന്നോട് ക്രഷ് തോന്നിയിട്ടുണ്ട്. എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നൊക്കെ കേൾക്കുന്നതിൽ സന്തോഷം. പക്ഷെ പിൻകാലത്ത് നായകനായിട്ട് ഞാൻ അഭിനയിക്കുമ്പോഴത്തേക്കും എൻ്റെ കൂടെ അഭിനയിക്കാൻ ഹീറോയിൻസിനെ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ചിലപ്പോൾ അത് വേറൊരു വിഭാഗമായ ആൾക്കാരായിരിക്കും, എന്നോട് ക്രഷ് ഇല്ലാത്ത ആൾക്കാരോടായിരിക്കും ഇവർ പോയി ചോദിച്ചിരിക്കുന്നത്. ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. അതെ, അത് ഇനി ഞാൻ പറയാം. അല്ല, ഇത്രയും പറഞ്ഞപ്പോഴും സൈചേട്ടനോട് നമുക്ക് എന്തും പറയാനുള്ള അത്രയും വലിയ റൈറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഒരു ചെറിയ സർപ്രൈസ് നമ്മുടെ റെയ്റയുടെ ബാനറിൽ ഞങ്ങളുടെ പുനീത് സാറ് തരാനായിട്ട് ഒരുങ്ങാണ്. സാർ, ഞാൻ സർപ്രൈസ് ഒന്ന് കൊടുത്തോട്ടെ? സാറ് പറഞ്ഞാലേ തംസപ്പ് തന്നാലേ ഞാൻ കൊടുക്കത്തോളൂ. സാർ തംസപ്പ് കുട്ടിക്കോ. ഇനി ഞങ്ങളുടെ സൈചേട്ടന്, എന്റെ ക്രഷായ സൈചേട്ടന് വേണ്ടിയുള്ള ഒരു ചെറിയ സർപ്രൈസ് ആണ്. റെഡി സാർ? യെസ് സാർ. സർപ്രൈസ് എന്താന്ന് നോക്കേട്ടാ. എനിക്കറിയില്ല, കാണിക്കാനാണ്. സർപ്രൈസ് പ്ലീസ്. സൈചേട്ടന്റെ ഒരു കൊളാഷ് പോലെ ചെയ്ത ഒരു സർപ്രൈസ് ആണ്. ഞെട്ടിയില്ലേട്ടാ? ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് എന്തുകൊണ്ടാണ് എന്റെ 6ാം ക്ലാസ്സിൽ സൈചേട്ടനോട് ക്രഷ് തോന്നിയെന്ന്? മനസ്സിലായില്ലേട്ടാ? കാരണം ആദ്യം വന്ന ആ മയൂഖത്തിന്റെ ഇതിലായിരുന്നു. സർ, പുനീത് sir, I was telling I had a crush on Saicheda when I was on my 6th standard and he is looking still the same. I am getting older and older. ഞാനിപ്പോൾ എൻ്റെ ഈ ട്രാൻസ്ഫോർമേഷൻ കണ്ടപ്പോഴാണ് അതിനകത്ത് പ്രായമാകുന്നത്. ആക്ച്വലി നിങ്ങൾ ആ മറ്റേ കൊച്ചുകാലത്തെ ഫോട്ടോ ഒന്നും ഉണ്ടായിരുന്നു. എനിക്ക് കുഴപ്പമില്ല, എന്തായാലും സർപ്രൈസ് അടിപൊളിയായിരുന്നു. ഞെട്ടി.
വിചാരിച്ചു. പക്ഷെ ഇത്രയൊക്കെ പറയുമ്പോഴും സൈജു കുറുപ്പ് സാക്ഷികളിൽ വരുമ്പോ നമുക്കറിയാം സൈചേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി മാൻ ആണ്. ഏറ്റവും നന്നായിട്ട് കുടുംബജീവിതം മലയാളത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ്. മോർ ഓവർ അദ്ദേഹത്തിന്റെ സിനിമ എന്ന് പറയുമ്പോൾ നീറ്റ് ക്ലീൻ ഫാമിലി എന്റർടൈനേഴ്സ് ആകുന്ന നമുക്കൊരു വലിയ വിശ്വാസമുണ്ട്. സൈചേട്ടൻ ലിപ് ലോക്ക് പോലും ചെയ്യില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ട് കേട്ടാ. അത് തെറ്റിക്കോ ഇല്ലയോ, അതാണ് എനിക്ക് അറിയേണ്ടത്. ഇനി ആവശ്യം വന്ന് ചിലപ്പോൾ തെറ്റിക്കും. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം, അതായത് ഇനിയിപ്പോ ലിപ് ലോക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്യില്ല. ഇനിയിപ്പോ അതിന്റെ ഇടയ്ക്ക് കൂടെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നാല് ഭാര്യയോട് പെർമിഷനൊക്കെ ചോദിച്ച് മറ്റേ ലെറ്ററൊക്കെ ഒപ്പിട്ട് മേടിച്ച് ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കും. സാക്ഷികളിൽ നമുക്കത് പ്രതീക്ഷിക്കാമോ ഇല്ലെന്നൊക്കെ ഇനി ഡയറക്ടേഴ്സ് ആണ്. സാക്ഷികളില് എല്ലാ ആക്ടേഴ്സിനും ഓരോ ലിപ് ലോക്ക് ഉണ്ട്. അങ്ങനെയാണ് 11 സിനിമ കമ്മിറ്റ് ചെയ്തത്. അപ്പൊ അർജുൻ ബാക്കി പറയും. സൂപ്പർ. ഇത്രയും പറയുമ്പോ ഞങ്ങളുടെ ഡയറക്ടറെ കൂടി ഒന്ന് സൈചേട്ടന്റെ സാന്നിധ്യത്തിൽ തന്നെ ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. PS Arjun sir is a great writer, film critic ആണ്, novelist ആണ്, along with the director. ഞങ്ങൾ ആക്ടേഴ്സ് ആ ഒരു ടൈം ഉണ്ടെങ്കിൽ നിൽക്കണമെന്ന് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. Arjun sir is all here. PS Arjun സാക്ഷികളുടെ ഡയറക്ടർ ആണ്. സൈജു കുറുപ്പ് എന്ന മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള താരത്തെ വെച്ചുകൊണ്ട് സാക്ഷികൾ ഇതാ എത്താൻ പോവുകയാണ്. ഡയറക്ടർ എന്ന നിലയിൽ എന്താണ് ആഡ് ഓൺ ചെയ്യാനുള്ളത്? ഹായ് എവരിബഡി. ആക്ച്വലി ഡയറക്ടർ എന്ന രീതിയിൽ തന്നെ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇത് ആക്ച്വലി ഈ സബ്ജക്റ്റ് എനിക്ക് പേഴ്സണലി കുറച്ച് അറ്റാച്ച്മെന്റ് ഉള്ള സബ്ജക്റ്റാണ്. കാരണം ഇതിലുള്ള കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും എനിക്ക് നേരിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ ഞാൻ റൈറ്ററായിട്ട് മാത്രമായിട്ട് നിൽക്കായിരുന്നു മുമ്പ്. ഞാൻ ഡയറക്ടർ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നാണ് നമ്മുടെ ഹീറോ സൈജു. അപ്പം അതിന് പ്രത്യേക നന്ദി. പിന്നെ മറ്റൊരു പടത്തിന്റെ ഡയറക്ടർ ആയിരുന്നിട്ട് കൂടി എൻ്റെ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്ന അവർ പ്രൊഡ്യൂസർ പുനീത്, നന്ദി. ആൻഡ് ടീമിന്. പിന്നെ സാറിന് ഇനി പറഞ്ഞ പോലെ സാക്ഷികൾ എന്ത് തരം മൂവിയാണ്, നമുക്കൊരു ഫാമിലി സബ്ജക്റ്റ് ആണെന്നൊക്കെ ഒരു ചെറിയ ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു സൈചേട്ടൻ. കൂടുതൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ നമുക്ക് അറിയാൻ പറ്റുമോ ഏട്ടാ? അതൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും കുറച്ചും കൂടി. ഒന്നും എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ കൂടെ കുറെ നല്ല ടീമുണ്ട്. മ്യൂസിക് ഡയറക്ടർ എബി സാം, അഭിരാം, ഗോകുലൻ, ശ്രീധർ, നിഷാന്ത്. നമുക്കപ്പോ അവരെയും കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം സാർ. ഓക്കെ ഷുവർ. അപ്പൊ സാറിന്റെ ആവശ്യപ്രകാരം സാക്ഷികൾ എന്ന സിനിമയുടെ റെയ്റോ വെഞ്ചേഴ്സിന് വേണ്ടി ഞങ്ങളെ പുനീത് സർ പ്രൊഡ്യൂസ് ചെയ്യുന്ന PS Arjun സംവിധാനം നിർവഹിക്കുന്ന സാക്ഷികൾ ചിത്രത്തിന്റെ ടീമിനെ കൂടി ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. സൈചേട്ടൻ ഇസ് ഓൾറെഡി ഹിയർ. നമ്മുടെ നായകൻ ഇവിടെ ഉണ്ട്. രഘുനാഥ് പല്ലേരി സർ ഞങ്ങൾക്ക് വേണ്ടി വലിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്ന് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. ആൻഡ് വി ഹാവ് നിഷാന്ത് സാഗർ. നിഷാന്ത് സാറിനെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ശീതൽ ജോസഫ്. ശീതൽ ഒപ്പം തന്നെ അഭിമന്യു ഷമീത്തിലൊക്കെ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. നീരജ് മണിയൻപിള്ള രാജു, അദ്ദേഹത്തിനും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ദെൻ അഭിറാം, രാധാകൃഷ്ണൻ, ഗോകുലൻ ആൻഡ് ദേവനന്ദ എന്നിവരെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ സാമുവൽ എബി, കൂടാതെ ഞങ്ങളുടെ സിനിമറ്റോഗ്രാഫർ ആനന്ദ് മീനാക്ഷി സർ, ഞങ്ങളുടെ എഡിറ്റർ രത്ൻ രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ ഞങ്ങളുടെ ആർട്ട് ഡയറക്ടർ അജയ് മങ്ങാട്, കൂടാതെ ഞങ്ങളുടെ പുനീത് സർ, ഞങ്ങളുടെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ, സോ നമ്മൾ ഇനി ഫസ്റ്റ് ലുക്ക് ആണ് റിവീൽ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. സോ ഫസ്റ്റ് ലുക്ക് നമുക്കൊന്ന് അൺവീൽ ചെയ്യാൻ വേണ്ടി ക്യാൻ വി ഹാവ് ദ ബോർഡ് പ്ലീസ്? ഫസ്റ്റ് ലുക്ക് ഞങ്ങളൊന്ന് അൺവീൽ ചെയ്യാനായിട്ട് ഒരുങ്ങാണ്. സാക്ഷികളുടെ ടീമാണ് വേദിയിൽ എത്തുന്നത്. സൈജു ചേട്ടൻ is all here, നിഷാന്ത് സാഗർ, ശീതൽ ജോസഫ്, അഭിറാം രാധാകൃഷ്ണൻ, ഗോകുലൻ ആൻഡ് ദേവനന്ദ along with രത്തിൻ രാധാകൃഷ്ണൻ, കൂടാതെ സിനിമറ്റോഗ്രാഫർ ആനന്ദ് മീനാക്ഷി, സാമുവൽ എബി എന്നിവർ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സാക്ഷികൾ മൂവിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണ്. സൈചേട്ടൻ ഇവിടെ ഇതാ പുനീത് സാറും കൂടെ ചേർന്നിട്ട് ഞങ്ങളുടെ പ്രൊഡ്യൂസർ along with സൈചേട്ടൻ ആൻഡ് PS Arjun സർ എന്നിവർ ചേർന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇതാ അൺവീൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഐ റിക്വസ്റ്റ് സൈചേട്ട ടു മൂവ് ഫോർവേഡ്. ഒപ്പം തന്നെ പുനീത് സർ, Shambat sir ne kudi vedilekku ee oru moment I will humbly request the presence of Shambat sir also. Is a great author. Appam Puneet sir, Arjun sir along with the team aanu namukku vendi first look poster ivide unveil cheyanayittu orunnathu. Saijana ready aano? Nishan sir ready sir? Ready? Sir ready?
സർ റെഡി റെഡി റെഡിയാണ്. സോ PS Arjun sir, Shyam sir ആണ്, Puneet sir, Shyam sir, ready? Okay, നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് സെൻറ്റർ ചെയ്യാം. ബോയ്സ്, can I get your help please? ഒന്ന് ബോയ്സ് ഒന്ന് ഹെൽപ്പ് ചെയ്യോട്ടെയോ, ഒന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ജസ്റ്റ്. Okay, ready sir? Team now, okay? Sai Cheda, Shyam sir is all here. Okay, so ഞങ്ങളുടെ സാക്ഷികളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമ്മൾ ഇവിടെ ഇതാ അൺവീൽ ചെയ്യാനായിട്ട് ഒരുങ്ങാണ്. PS Arjun സാറിന്റെ സംവിധാനം. Sai Cheda is the hero for the movie. Nishant sir is all here. Sai Cheda, ready? Here we go. On the count of 4, 3, 2, 1, go. സാക്ഷികൾ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണ് നമ്മൾ ഇവിടെ ഇതാ അൺവീൽ ചെയ്തിരിക്കുന്നത്. Saiju Kurum in Sakshigal, written and directed by PS Arjun, produced by Puneet, co-producer Ramesh C, Rudramurthy and Rakesh. ഞങ്ങളുടെ സാക്ഷികൾ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഞങ്ങൾ ഇവിടെ ഇതാ അൺവീൽ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഐ ഹംബ്ലി റിക്വസ്റ്റ് ശ്യാം ഭട്ട് സാർ ഇവിടെയുണ്ട്, വൈസ് പ്രസിഡന്റ് ആണ്, അദ്ദേഹത്തിന്റെ ബുക്ക് പോലും റിലീസ് ചെയ്തത്. സാർ ഞങ്ങൾക്ക് വേണ്ടി ഒരു വിഷ് പാസ് ഓവർ ചെയ്യാൻ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു. My salutation to Kerala, which is the land of my Guru. Tradition, culture, which gives identity to the communities. If the same is coupled with the current events, it gives another dimension. That's what our Puneet and team have tried with this particular film. I wish them all the success in their venture, and the success that may come in this particular film may also motivate him in the coming up with more number of films, particularly focusing the culture of this land. Thank you for inviting me and permitting me to share few words with you. Thank you. Thank you so much, sir. I humbly request sir to kindly get seated. Thank you so much for your presence, sir. It was an honor having you here. ഇനി ഞങ്ങളുടെ പുനീത് സാറിന്റെ നേതൃത്വത്തിൽ സർ we are going to know more about സാക്ഷികൾ as we have the cast here. So നിഷാന്ത് സാറിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. എത്ര കണ്ടാലും മതി വരാത്ത ഈ മുഖം. ഓക്കെ, ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ പ്രായം എത്രയെന്ന് നമുക്ക് ഇന്ന് നിർണ്ണയിക്കാൻ പറ്റാത്ത, മമ്മൂക്ക കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു പ്രായം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരു ആക്ടർ അല്ലേ സൈചേട്ടാ? അല്ല, സത്യമാണ്. കാരണം സർ ഐ ആം സീയിങ് ഹിം റൈറ്റ് ഫ്രം മൈ ചൈൽഡ്ഹുഡ്, ബട്ട് സ്റ്റിൽ നോ ചേഞ്ച്. ഹിസ് സ്കിൻ ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. എൻ്റെ ചൈൽഡ്ഹുഡിലാണ് ഞാൻ സിനിമയിൽ വന്നത്. ഓക്കേ, അങ്ങനെ ആണ്. പക്ഷേ ഈ സർ ഹീസ് ലൈക്ക് എ വൈൻ, ലൈക്ക് നമ്മുടെ വീഞ്ഞ് പോലെയാണ് സർ. ഇരിക്കുന്നതോറും വീര്യം കൂടി കൂടി വരുന്നു സർ. അപ്പോ സാക്ഷികളെ പറ്റി എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. സൈജുമായിട്ടുള്ളൊരു ബന്ധം കുറേ അധികം നാളുകളായിട്ടുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല അല്ലേ സൈജു? ഇല്ല, ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഒരുമിച്ച് കോമ്പിനേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, അങ്ങനെ ഞങ്ങൾ കൂടുതലും ഷട്ടിൽ കളി, ക്രിക്കറ്റ് കളി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതലും കാണാറുള്ളത്. എന്തായാലും എന്താ പറയുക, സൈജുവിൻ്റെ കൂടെ സൈജു ഈ പറഞ്ഞ പോലെ ഏറ്റവും ഈ മുൻനിരയിൽ നിൽക്കുന്ന നായകന്മാരുടെ ആ ഒരു നിരയിലേക്ക് സൈജു എത്തിപ്പെട്ടു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. സൈജുവിൻ്റെ ഒരു പുതിയ മുഖം വന്നതിന് ശേഷം സൈജു ചെയ്യുന്ന ഈ ഒരു മൂവിയുടെ കൂടെ സൈജുവിൻ്റെ കൂടെ അഭിനയിക്കാനൊക്കെ കഴിയുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഡയറക്ടർ അർജുൻ തലശ്ശേരിയാണ്. ഞാൻ തൊടുപുഴക്കാരനാണെങ്കിലും എൻ്റെ അമ്മയുടെ നാട് തലശ്ശേരിയാണ്. ഞാൻ ജനിച്ച തലശ്ശേരിയാണ്. അപ്പോൾ എൻ്റെ കസിൻസും എന്താ പറയുക, ഞങ്ങളൊക്കെ വളരെ പണ്ട് തൊട്ടേ അറിയുന്നതാണ് അർജുൻ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, അർജുൻ ഇങ്ങനെ ഒരു സിനിമാ മോഹവും സിനിമയുടെ പുറകെയാണ് എന്നുള്ളതൊക്കെ പണ്ട് തൊട്ടേ അറിയുന്ന കാര്യമാണ്. പിന്നെ സൈജു നായകനായിട്ട് ഇങ്ങനെ ഒരു മൂവി ചെയ്യാൻ പോവുകയാണ്
എന്ന് അർജുൻ വിളിച്ചു പറയുകയും ഇതിലിങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം ഒരുപാട് സന്തോഷം തോന്നി. അപ്പം എന്താ പറയുക, അങ്ങനെ അർജുൻ ഒരു ഡയറക്ടറായി മാറുന്നതിൽ ഒരുപാട് സന്തോഷം. എനിവേ ഈ പടം അല്ലേ ഏറ്റവും മികച്ച രീതിയിൽ നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. അപ്പം നായകന്റെ സൈഡാണോ വില്ലനാണോ സർ? എന്തെങ്കിലും അറിയാൻ പറ്റുമോ? കാരണം സാറ് വില്ലനായിട്ട് വന്നാൽ നമുക്ക് ടെൻഷൻ കൂടും, നായകന്റെ സൈഡാണെങ്കിൽ നമുക്ക് ടെൻഷൻ കുറയും. ഒന്നും പറയാൻ പറ്റൂല, ഭയങ്കര സീക്രട്ട് ആണ്. ഓക്കെ, സീക്രട്ട് ആയിട്ട് ഞങ്ങൾ റിവീൽ ചെയ്യുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ അറിയണം. താങ്ക് യു സോ മച്ച് നിഷാന്ത് സർ. താങ്ക് യു സോ മച്ച്. ഐ എം ജസ്റ്റ് പാസിംഗ് ഓവർ ദ മൈക്ക്. സാക്ഷികളെ പറ്റി മ്യൂസിക് ഡയറക്ടർ കൂടിയാണ്, ആൻഡ് വി ഹാവ് ദ വെരി പ്രോമിനന്റ് മ്യൂസിക് ഡയറക്ടർ സാമുവൽ എബിയാണ്. എന്താണ് മ്യൂസിക് ഇൻ സാക്ഷികൾ, എത്രത്തോളം പവർഫുൾ ആണ്? എല്ലാവർക്കും നമസ്കാരം. വീണ്ടും സൈജു ചേട്ടന് വേണ്ടി, സൈജു ചേട്ടൻ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ചെയ്യാൻ പറ്റിയതിൽ വീണ്ടും വളരെയധികം സന്തോഷം. സാക്ഷികളെ പറ്റി ഒന്നും പറയാൻ നിർവാഹമില്ല, കാരണം അത് സ്ക്രിപ്റ്റ് വായിച്ചതുകൊണ്ട് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട് ഡയറക്ടർ സൈഡിൽ, ഒന്നും പറയരുത് എന്നുള്ളത്. സ്ക്രിപ്റ്റ് വളരെ പ്രോമിസിങ് ആണ്, അത് വായിച്ചതുകൊണ്ട് കൃത്യമായി അത് പറയുന്നു. അർജുനെ ഞാൻ ഇന്നാണ് ആക്ച്വലി നേരിട്ട് കാണുന്നത്. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള പരിചയം 2013 മുതൽ, ഞാൻ കോളേജ് പഠിക്കുന്ന സമയം മുതൽ പല ഫോണിലൂടെയുള്ള കോണ്ടാക്ട് മാത്രമാണ്. പല ഷോർട്ട് ഫിലിമായിട്ടും ഇൻഡിപെൻഡന്റ് ഫിലിം ചെയ്യാനായിട്ടും എല്ലാം അങ്ങനെ. പിന്നെ രണ്ടു വഴിക്ക് അവരവരുടെ യാത്ര പോയി. പക്ഷെ ഒടുവിൽ അർജുൻ്റെ ഒരു ആദ്യത്തെ സിനിമ വന്നപ്പോൾ ഒരുമിക്കാൻ പറ്റി, ഈ ഒരു വേദിയിൽ വെച്ച് തന്നെ കാണാൻ വേണ്ടി പറ്റി. അതിൽ ഒരുപാട് സന്തോഷം. സുബോ ആൻഡ് ആനന്ദ് മീനാക്ഷി സർ, നമ്മുടെ പുനീത് സാറിന്റെ അച്യുതാവതാരത്തിന്റെ സിനിമാറ്റോഗ്രാഫർ ആണ്. മലയാളത്തിൽ വന്നപ്പോഴും ആനന്ദ് സർ തന്നെയാണ് ഞങ്ങളുടെ ഇതിന്റെ DOP ആയിട്ട് വരുന്നത്. സർ എങ്ങനെയാണ്, എന്തെങ്കിലും ഐഡിയ എനിക്ക് തരാനുണ്ടോ? ദേവനന്ദയ്ക്ക് അബൌട്ട് സാക്ഷികൾ. എനിക്ക് ആകെ അറിയാവുന്ന, ഞാൻ സൈജോകളുടെ കൂടെ അഭിനയിക്കുന്നുണ്ടെന്നായിരുന്നു എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞേ. എൻ്റെ അടുത്ത് ക്യാരക്ടറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അച്ഛനാണ് സ്ക്രിപ്റ്റ് കേട്ടത്, അച്ഛൻ പറഞ്ഞു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. പിന്നെ സൈജോകളുടെ കൂടെ മൂന്നാമതും ഒരു സിനിമ ചെയ്യാൻ പോകുന്നതിൽ സന്തോഷത്തിലാണ്. സോ എനിക്കറിയില്ല അച്ഛനും മോളുമായിട്ടാണോ എന്ന് അറിയില്ല. സുബോ, എന്നാലും സൈജോ കുറുപ്പ് എന്ന് കേൾക്കുമ്പോ മൂന്നാമത്തെ പടമാണെന്ന് പറഞ്ഞു, ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന കാര്യം എന്താണ്? ആദ്യം ഓടിയെത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ ഒത്തിരി എൻജോയ് ചെയ്ത് ആക്ച്വലി അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് സൈജോങ്ങളുടെ കൂടെ ആയിരിക്കും. ആ ഒരു ഫാദർ ഡോട്ടർ ബോണ്ട്. കാരണം 2 സിനിമയിലും ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ബോണ്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടാണ് അഭിനയിച്ചത്. അതും അങ്കിളുടെ ഭരതനാട്യവും മോഹിനിയാട്ടവും കണ്ടു. അതിനുശേഷം ഫുൾ ഫാമിലി എക്സ്ട്രാ ഫാൻസ് ആയി, അല്ലെങ്കിൽ ഫാൻസ് ആയിരുന്നു, ഇപ്പൊ കൂടുതൽ ഫാനായി. അതുകൊണ്ട് ഒത്തിരി അറിയാവുന്ന മുഖങ്ങളുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് നിരഞ്ജ ചേട്ടൻ ഉണ്ടെന്ന് അറിയുന്നത്. സോ ചേട്ടന്റെ കൂടെയും 2ാമത്തെ സിനിമയാണ്, അതിലും സന്തോഷം. ഐ എം വെരി എക്സൈറ്റഡ്. സൂപ്പർ. ആൻഡ് ശീതൾ, what you have to add actually സാക്ഷികളെ പറ്റി? എന്നോട് ചോദിച്ചതിന്റെ കുറിച്ചോട് ചോദിച്ചാൽ മതിയായിരുന്നു. ഇത് പറയണ പോലെ എനിക്ക് പറയാൻ പറ്റില്ല. ആണോ? ടെൻഷനായി? പിന്നെ ഫുൾ ടെൻഷനായി. എനിക്ക് ഇതിൽ അഭിരാം ചേട്ടനെയും ഗോകുൽ ചേട്ടനെയും മുന്നേ പരിചയമുണ്ട്, ബാക്കിയുള്ള എല്ലാവരും ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നിഷാന്ത് സാഗർ സാറിന് ആദ്യമായിട്ട് കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയതാ? അയ്യോ, അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ മസിലാണെങ്കിൽ ആദ്യം മനസ്സിൽ വന്നത്. മസിലാണോ ആദ്യം മനസ്സിൽ കയറിയതാ? ഓക്കെ, പുള്ളിന്റെ മോളെ എനിക്കറിയാം, അപ്പം അങ്ങനെ എനിക്ക് ഒരു പരിചയമുണ്ട്. സൂപ്പർ. യെസ്, അതൊക്കെയാണ് എനിക്ക്. പിന്നെ സാക്ഷികളെ പറ്റി അർജുൻ സാറിന്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ വെഞ്ചർ കൂടിയാണ്. അതെ, ഞാനൊരു 2 weeks മുന്നെയാണ് കഥ കേട്ടത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ല ഒരു സിനിമയായിട്ട് മാറുന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ പ്രകമ്പനത്തിന് ശേഷം വരുന്നൊരു ഫിലിമാണ്. എന്തായാലും ഈ മൂവി നിങ്ങൾ കണ്ട് വിജയിപ്പിക്കണം. സൂപ്പർ. ഇനി ഈ പറഞ്ഞ എന്താണ് സാർ നമുക്ക് സാക്ഷികളെ പറ്റി? കാരണം ഇപ്പോ മുഖമുള്ള എല്ലാ പടങ്ങളും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് യു ഹാവ് ടു ആഡ് ഓൺ? താങ്ക് യു. ഒരുപാട് പേര് പറയേണ്ടി വരും. കാരണം ആദ്യമായിട്ട് സൈജോട്ടൻ തന്നെ തുടങ്ങാം. കാരണം സൈജോട്ടൻ്റെ കൂടെ വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കൂടെ നടന്നെടുക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ് എനിക്ക് തോന്നുന്നത്. സൈജോട്ടൻ്റെ കൂടെ ഇപ്പോൾ ഒരുപാട് സിനിമകളായി. നിഷാന്ത് ചേട്ടനെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, പക്ഷെ നമ്മൾ സിനിമ ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ പോകുന്നു. പിന്നെ ബാക്കി രത്തിൻ, ഹരിത്ത് എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ആൻഡ് സ്പെഷ്യലി പുനീത് സർ, ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്, ഐ വാച്ച്ഡ് എ ട്രെയിലർ for Achyutavadaram and it's tumba chennagide. And we hope that Sakshika also, we would be able to deliver what you wish to have in your movie.
അർജുനായിട്ട് എനിക്ക് ഇതിന് മുന്നേ നമ്മളൊരു സിനിമ സംസാരിച്ചായിരുന്നു, പട്ടാപ്പകൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അർജുനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. ശീതൽ, ഗോകുൽ, ദേവനന്ദ, എല്ലാവരും ദേവനന്ദ. അപ്പോൾ എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യാൻ വളരെ ഈഗറാണ്. താങ്ക് യു ഓൾ. ഈ സിനിമയുടെ വിജയത്തിന് നമ്മളെല്ലാവരും സാക്ഷികളാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. സാക്ഷികളെ പറ്റി ഭാഗമാകാൻ പോവാണ്. അർജുൻ സാറാണ് സംവിധാനം നിർവഹിക്കുന്നത്. പുനീത് സാർ റൈറ വെഞ്ചേഴ്സിന്റെ ബാനറിൽ വലിയ പടമാണ് ക്യാൻവാസിലുള്ളത്. എത്ര ഹാപ്പിയാണ് സാർ? എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ സന്തോഷമുണ്ട് ഇത്രയും നല്ല ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ. ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, ഷൂട്ട് തുടങ്ങാൻ പോകണേ ഉള്ളൂ. സജിച്ചേട്ടൻ പറഞ്ഞ പോലെ നല്ലൊരു കഥയാണ് അല്ലേ, അങ്ങനെയാണ് കമ്മിറ്റ് ചെയ്തത്. പിന്നെ അർജുൻ്റെ ഇതിന് മുന്നേ ചെയ്ത പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇതും നല്ല കഥയാണ്. പിന്നെ സജിച്ചേട്ടൻ്റെ കൂടെ ഒരു 3-ാമത്തെ 4-ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഒരു പടം കഴിഞ്ഞ ആരംഭം എന്ന് പറഞ്ഞ പടം, അത് ഉച്ചയ്ക്കാണ് ഡബ് ചെയ്ത് കഴിഞ്ഞത്. നിശാന്ത് ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ അല്ലേ കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് നിന്ന് ഷൂട്ട് കഴിഞ്ഞ് എത്തിയുള്ളൂ. ശീതളിനെ അറിയാം, അഭിറാമിനെ അറിയാം, ഒരേ ക്യാമ്പിൽ പോലീസുകാരായിരുന്നു, ഉണ്ട മുതലുള്ള സൗഹൃദമാണ്. ദേവാങ്കരനെ അറിയാം. പിന്നെ ഹരിത്, രത്തിൻ, ഇവരെല്ലാവരും എനിക്ക് പരിചയമുണ്ട്. ഇപ്പോൾ ഈ സിനിമയുടെ ഭാഗമായ സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് പുതിയതായിട്ട് വന്ന ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ എല്ലാവിധ ആശംസകളും അവരുടെ പുതിയ പ്രൊജക്റ്റിൽ അഭിനയിക്കാൻ സാധിച്ച സന്തോഷമുണ്ട്. സിനിമ നന്നായി വരട്ടെ. സൂപ്പർ. ഇത്രയും പറയുമ്പോൾ പുനീത് സാറിലേക്ക് വരികയാണ്. സർ, യു ബീങ് ദ പ്രൊഡ്യൂസർ ഓഫ് ദ സാക്ഷികൾ, എന്താണ് വിഷ് പറയാനുള്ളത് ഞങ്ങളുടെ സാക്ഷികൾ ടീമിനോട്, ബീങ് ദ പ്രൊഡ്യൂസർ? Actually, I want to explore the way the Malayalam film industry works, because I need to learn many things, many things. I am not entering into the Sakshigal team as a producer. I am entering into the Sakshigal team as a student. Okay, I need to learn many things, because during the process of making Achyuta Avataram, as a producer and director, there are a lot of things going in my mind, and there are a lot of things which I faced. Okay, and I thought in that process I need to learn many things. I am just a student. For the Sakshigal team, I am not entering as a producer. I am entering as a student. For example, Saiju sir, I think he is one of the most humbled person I have ever met in my entire life only. Okay, after my mother, I have met many people, not like very good sir. The first time I entered into his office, he just gave me one advice. Okay, I'll be keeping that advice in my mind, and I'll be doing movies more and more, and I'll be entering into Sakshigal as a student. And I wish a very good luck to Arjun. Okay, because when I met Arjun for the Sakshigal works things, he was coming from giving narration from some production officers. At the end of the film of the Achyuta Avataram, when I called him, "Where are you, Arjun sir?" I think I'm giving the narration and coming out of some production house. Okay, and that will be the end of it. Okay, and I wish Arjun, okay, very all the best, and just bring whatever you think, the visualization to the best of the core. Thank you very much. താങ്ക് യു സർ. ഇനി ഹരിത് കൂടി ഇതിന്റെ അതിൽ തന്നെ അച്യുതാധാര ടീമിന് ഓൾ ദി ബെസ്റ്റ്. അതിൽ മ്യൂസിക് ഡയറക്ടറോട് സൂചിപ്പിച്ചു, ഹംഗേറിയൻ ഓർക്കസ്ട്ര ആണ് ചെയ്തത്. അത് വളരെ റയറായിട്ടാണ് എസ്പെഷ്യലി സൗത്തിൽ ചെയ്യാറുള്ളത്. രാജസാറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രൊഡ്യൂസേഴ്സ് അത്രത്തോളം സ്ട്രോങ് ആണ്. അതൊരു ബഡ്ജറ്റിൽ വെച്ച് ചെയ്യുന്നതല്ല, ഹ്യൂജ് ബഡ്ജറ്റ് ഫോർ ഹംഗേറിയൻ ഓർക്കസ്ട്ര. ഓൾ ദി ബെസ്റ്റ് ടു അച്യുതാധാരം ടീം ആൻഡ് പുനീത് സാർ. പിന്നെ അർജുൻ സാർ, താങ്ക് യു അഗൈൻ. പ്രൊഫഷൻ, താങ്ക് യു. പിന്നെ എൻ്റെ സൈജേട്ട, താങ്ക് യു ഫോർ സജസ്റ്റിംഗ് മീ. താങ്ക്സ് എ ലോട്ട്.